എടാ വിജയ, എന്താടാ ദാസ, നിന്റെ ഡിപ്പാർട്ട്മെന്റിനെ ഒരാൾ അപമാനിക്കാൻ ശ്രമിച്ചു. ആരാലും ഞാൻ വിടില്ല. ഞാൻ പറയാം, വേഗം പറയൂ. അത് പിന്നെ എന്റെ ഒരു വീട് ഇവിടെ വാടകയ്ക്ക് കൊടുത്തിരുന്നു. അപ്പൊ അവിടുത്തെ സ്ത്രീയും മകളും എന്നോട് പറയാ, പിന്നെ അവരെന്ത് പറഞ്ഞു? അവര് പറയാ, പിന്നെ പോലീസിനെ അവർക്ക് പേടിയില്ല, ഇവിടുത്തെ എസ് ഒരു കിഴങ്ങനാണ്, അയാൾ വിചാരിച്ച ഒരു പുല്യം ചെയ്യില്ല. മതി ഗോപാലകൃഷ്ണ, മതി. എനിക്കിപ്പോ അവരെ കാണണം. എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. ഡിപ്പാർട്ട്മെന്റിനെ അപമാനിച്ചാരാണ്? പോലീസ് പുല്ലാണെന്ന് പറഞ്ഞാരാണ്? ഏട്ടനും വരായിരുന്നില്ലേ പുലിക്കളി കാണാൻ? എത്ര പുലികളായിരുന്നു ഇവിടെ? അതിനേക്കാളൊക്കെ വലിയൊരു പുലിയാ ഈ നെരിപ്പോടില്. എന്താ ഒരു മാല 10 പവനാ മോളെ. ഇത് തീർന്നാൽ ഇവിടെ ഒരു ഭൂമി കുലുക്കം ഉണ്ടാവും. ആ കുലുക്കത്തില് ഈ നാട്ടിലെ ആളുകളും ശരിക്കൊന്ന് കുലുങ്ങും. ഏട്ടനും കുലുങ്ങോ? ഞാനല്ലേ കുലുക്കുന്നത്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കൂടാ, നടക്കും, നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. എനിക്ക് പെൺകുട്ടിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ? പറയൂ. വേണ്ട, ഞാൻ തയ്യാറെടുപ്പിച്ചോളാം. ശരി, വായിച്ച നോവലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ ഏതാണ്? ഏതാ മോളെ? അത് ഏതായാലും പറഞ്ഞേക്ക്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് മനോരമയിലെ ഹവാ ബീച്ച്. ഹവാ ബീച്ചോ? അതെന്ത് ബീച്ചാണ്? ഒന്ന് ചിരിച്ചേ. ഒച്ച ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ. ഇതെന്താ ഇങ്ങനെ? എങ്ങനെ? അല്ല, എന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. സ്റ്റഡി സ്റ്റഡി എന്ന് 100 വട്ടം പറഞ്ഞല്ലേ, എന്തിനാ ഇളകാൻ പോയെ? നിലവിളക്കിനടുത്ത് കരിവിളക്ക് വെച്ചതുപോലെ ഉണ്ട്. എനിക്ക് ഫോട്ടോ വേണ്ടേ വേണ്ട 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 വേണ്ട. പക്ഷേ ഈ ഫോട്ടോ മത്സരത്തിന് അയക്കാൻ കൊള്ളാം. മത്സരം? അതെ, ഒരു അടിക്കുറിപ്പ് കൂടി വേണം. വെളുക്കാൻ തേച്ചത് പാണ്ടായി. നമ്മളെ ലജുറുദറായിന്റെ മുഖത്ത് ഏതോ ഒരു സായിപ്പ് കാർക്കിച്ച് തുപ്പിന്ന് നമ്മൾ അപ്പൊ തന്നെ തീരുമാനിച്ച് പ്രതികാരം ചെയ്യണം. ആദ്യം കാണുന്ന സായിപ്പിനെ വെട്ടിക്കൊല്ലു തന്നെ. അതാ വരുന്ന 1 അല്ല 8 സായിപ്പന്മാർ ഒരുമിച്ച് രാവിലത്തെ നടത്തത്തിന് ഇറങ്ങിയതാ. നമ്മൾ സായിപ്പന്മാരുടെ മുമ്പ് ചെന്നിട്ട് ഒറ്റ ചോദ്യം: ഇന്ത്യക്ക് നിങ്ങൾ സ്വാതന്ത്ര്യം തരില്ലടാ നായിന്റെ മക്കളെ എന്ന്. തെരൂലടാ ഹമുക്കെ എന്ന് സായിപ്പന്മാര് പിന്നെ അമാന്തിച്ചില്ല. കൊടുവാൾ കൊണ്ട് 8 എണ്ണത്തിന് ഓങ്ങി ഓങ്ങി വെട്ടിയവനായി മൂസ. പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ചു കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ? പോളണ്ടിനെ പറ്റി ഇനി നീ മിണ്ടിപ്പോയി ഞാൻ സഹിക്കില്ല. എല്ലാ കല്ലിലും ശില്പമുണ്ട്. നാം അതറിയുന്നത് ഒരു ശില്പി അയാളുടെ പണിയായുധങ്ങൾ ഉപയോഗിച്ച് ആ കല്ലിൽ നിന്ന് ശില്പത്തെ വേർതിരിച്ചെടുക്കുമ്പോഴാണ്. നമ്മുടെ അറിവില്ലായ്മകളിൽ നിന്ന്, നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമ്മളിലെ നന്മയെ ചികഞ്ഞെടുക്കുന്ന ശില്പി നമ്മുടെ തന്നെ അനുഭവങ്ങളാണ്. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. അനാവശ്യമായിട്ട് സ്റ്റെയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി പറഞ്ഞിട്ടാണ് പരിപാടിയാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിയർ മാറുമ്പോ ക്ലച്ച് അമർത്തണമെന്ന്. അപ്പൊ ആക്സിലേറ്ററോ? അത് പിന്നല്ലേ. ഓ, ഈ നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ വേണ്ടി താഴോട്ട് നോക്കരുതെന്ന്. പിന്നെ ക്ലച്ച് ഏതാണെന്ന് അറിയണ്ടേ? ക്ലച്ച് നിങ്ങളെ കാലിൽ ലെഫ്റ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ. ഓ, അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? 1 ഘട്ട ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചു എടുക്കണം. അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് ഇടുന്നതിലും കൂടി പണ്ടാണ് അടങ്ങിയ ശേഷം. ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യനെ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? അധികം ചൂടാവൊന്നും വേണ്ട. JK കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസറാണ് ഞാൻ. മരിക്കാൻ കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ അവസാനത്തെ ആഗ്രഹമാണെന്ന് കൂട്ടിക്കോളൂ. എന്തൊക്കെയാ ഈ പറയുന്നേ? അതിന് മാത്രം അപകടമൊന്നും പറ്റിയില്ലല്ലോ. എനിക്ക് ചോറ് കറി വേണം.